വൈകുണ്ഠസ്വാമി ചരിതവുമായി VSDP കലാജാഥ പര്യടനം നടത്തുന്നു. എങ്ങും കലാജാഥയെ വരവേൽക്കാൻ വൻ ജനക്കൂട്ടം. നിസ്വവർഗത്തിന്റെ മോചനത്തിനും മുന്നേറ്റത്തിനുമായി പോരാടിയ വൈകുണ്ഠസ്വാമികൾ ചരിത്രത്താളുകളിൽ ഇടം കിട്ടിയ മഹാത്മാവാണ്. ജന്മിമാരുടെ അടിയാന്മാരായി പ്രഭാതം മുതൽ പ്രദോഷം വരെ മൃഗതുല്യരായി പണിയെടുക്കുന്ന സാധാരണക്കാരനെ അവകാശബോധമുള്ള മനുഷ്യരാക്കിയ വൈകുണ്ഠസ്വാമിയുടെ ഉദ്ബോധനങ്ങൾ പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിലൂടെ ലോകം തിരിച്ചറിഞ്ഞു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മൊഴി വൈകുണ്ഠസ്വാമിയാണ് ആദ്യമായി അവതരിപ്പിച്ചതെന്ന് ചരിത്രകാരന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു. കണ്ണാടി പ്രതിഷ്ഠയും വൈകുണ്ഠസ്വാമിയുടേതാണത്രേ. അധർമ്മങ്ങളിൽ നിന്നും പുറത്തിയാടി ജാതി നോക്കാതെ ധർമ്മങ്ങൾ ചെയ്യൂ. അതിനുവേണ്ടി നിങ്ങൾക്കുള്ള സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മൊഴി ഒരു ഭാഷ ഒരു ലോകം എന്നാണ്. എന്റെ കടമ അജ്ഞതയുടെ അന്ധകാരക്കുഴയിലെ പുഴുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. വചനങ്ങളും ചലനങ്ങളും ഓരോ പ്രതീകങ്ങളാണ്. ജനങ്ങളെ സംഘടിപ്പിക്കുന്ന വിപ്ലവകാരി, നിനക്ക് യുദ്ധതന്ത്രങ്ങൾ അറിയില്ല, രാജഭരണത്തിന്റെ ദുസൂചനകൾ അറിയില്ല. അവയെല്ലാം തുടങ്ങുന്നതിന്റെ വിളംബരം അടുത്ത നിമിഷം തന്നെ രാജസന്നിധിയിൽ മുഴങ്ങിയിരിക്കും. എന്റെ ജനത, തിരുവിതാംകൂർ രാജ്യത്തെ കത്തിയെറിയുന്നതിന്റെ പുക എനിക്ക് ചുറ്റും നിറയുന്നു. നമ്മുടെ നീതി ഇവിടെ ആവശ്യമാണ്. ജനതയുടെ കണ്ണുനീർ നിരത്ത് വീഴുന്ന തിരുവിതാംകൂർ രാജ്യത്ത് എന്റെ രാജശാസനകളെ പുച്ഛമായി തള്ളിക്കളഞ്ഞ് തന്റെ ജനതയ്ക്കു വേണ്ടി പോരാടിയ വൈകുണ്ഠസ്വാമിയുടെ ഗൃഹസ്ഥാശ്രമത്തിലെ പേര് മുത്തുക്കുട്ടി എന്നായിരുന്നു. VSDP എന്ന പ്രസ്ഥാനമാണ് വൈകുണ്ഠസ്വാമികളുടെ മഹിമ മാലോകരെ അറിയിച്ചത്. വൈകുണ്ഠസ്വാമി ധർമ്മപരിപാലന യോഗം എന്ന VSDP അതിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള കലാജാഥ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ കേരളത്തിലെ 200 കേന്ദ്രങ്ങളിൽ വൈകുണ്ഠസ്വാമിയുടെ പ്രസക്തി വിളിച്ചോതുന്ന കലാജാഥയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് എങ്ങും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടാണ് ലഭിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രസംഗങ്ങളേക്കാൾ 35 മിനിറ്റ് കൊണ്ട് തീരുന്ന ഈ കലാജാഥ ജനങ്ങളുമായി സംവദിക്കുന്നത് ഒരു ജനതയുടെ മുന്നേറ്റത്തിന്റെ ആവശ്യമാണ്. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ അവലോകനം ചെയ്യുന്ന ഏതൊരാൾക്കും വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളെ തള്ളിക്കളയാനാകില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ലഘുനാടകം. ഇതിനകം 50 കേന്ദ്രങ്ങളിൽ ഈ തെരുവു നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. തെരുവിൽ വൈകുണ്ഠസ്വാമികൾ പുനരവതരിപ്പിച്ചപ്പോൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അത് കാണാൻ ആളുകൾ തടിച്ചുകൂടി. കാഞ്ഞിരംപാറയിൽ അനന്തപുരി ന്യൂസ് വൈകുണ്ഠസ്വാമിയുടെ ജീവിതകഥ പറയുന്ന തെരുവു നാടകം ക്യാമറയിൽ പകർത്തി. ഷിബി പ്രേമന്റേതാണ് തിരക്കഥ. സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ടനാടാണ്. വൈകുണ്ഠസ്വാമിയായി വേഷമിടുന്നത് ദാസ് ചങ്ങനാശ്ശേരി, ദിവാൻ ഭേഷ്കാർ ജയചന്ദ്രൻ തകഴിക്കാരൻ, മഹാരാജാവ് ഷിബു മുരുക്കുംതറ, ശിങ്കിടി ഹർഷബാൽ ചെങ്ങന്നൂർ, അടിമകൾ രാധാകൃഷ്ണൻ, സുഭാഷ് ചെങ്ങന്നൂർ, രംഗപടം ദേവദാസ് മാവേലിക്കര. 1-ാം തീയതി വൈകുന്നേരം, ഞായറാഴ്ച ദിവസമാണ്, വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ കേരളത്തിലെ നാടാർ കുടുംബ സംഗമം നടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് സെപ്റ്റംബർ മാസം 8-ാം തീയതി തിരുവനന്തപുരം KSTA ഹാളിൽ വെച്ച് കേരളത്തിന്റെ ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വാഹന കലാജാഥയാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വാഹന കലാജാഥയിലുടനീളം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവിധ മതവിഭാഗങ്ങളിലായി അസംഘടിതരായി നിൽക്കുന്ന കേരളത്തിലെ നാടാർ സമുദായം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് നാടാർ രക്തം എന്ന മുദ്രാവാക്യം വാനിൽ ഉയർത്തിക്കൊണ്ടാണ് വൈകുണ്ഠസ്വാമി ധർമ്മപ്രചരണ സഭ എന്ന പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ 40 ലക്ഷത്തിന് പുറത്തു വരുന്ന നാടാർ കുടുംബ സംഗമം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ യേശുദാസൻ തിരുമേനി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ പ്രമുഖരും സാമുദായിക നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ചരിത്രം അടങ്ങുന്ന നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമി ലോകത്തിലാദ്യമായി ജാതി ഒன்றേ, മതമൊன்றേ, ദൈവമൊன்றേ, യുഗമൊன்றേ, മൊഴിയൊன்றേ എന്ന് ലോകജനതയെ പഠിപ്പിച്ച അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ചരിത്രം, അതുപോലെ തന്നെ പിന്നോക്കക്കാരന് മാറിടത്തിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തത്, പൊതുകിണറിൽ നിന്ന് കിണറ്റിൽ വെള്ളമെടുക്കാൻ അവകാശം വാങ്ങിക്കൊടുത്തത്, പിന്നോക്കക്കാരന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത്, പിന്നോക്കക്കാരനെ അടിമകളാക്കിയിട്ടിരുന്നതിൽ നിന്ന് ഊഴിയം വേലയ്ക്കെതിരെ പിന്നോക്കക്കാരനെ മോചിപ്പിക്കാൻ
നവോത്ഥാന രംഗത്ത് വിപ്ലവം തന്നെ നടത്തിയ നവോത്ഥാന നായകൻ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ചരിത്രമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. ജനാധിപത്യ കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളായ നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും രണ്ട് ആചാര്യന്മാരെ, ശ്രീ നാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും ആ സമുദായങ്ങൾക്ക് നൽകിയത് നവോത്ഥാന നായകൻ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനമാണ്. നവോത്ഥാന രംഗത്തെ അധികായൻ, നവോത്ഥാന ശില്പി, ഭാരതം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകൻ അയ്യാ വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹം നമ്മുടെ സമുദായത്തിന്റെ കുലഗുരുവാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമായി ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.